മനുഷ്യരെ കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. അപ്പം വി ഷുഡ് നോട്ട് ലൈ ടു ഹിം. നമ്മൾ ദൈവത്തോട് ഡിസൊബീഡിയന്റ് ആകാൻ പാടില്ല. ദൈവത്തെ എപ്പോഴും നമ്മൾ അനുസരിക്കണം. ദൈവത്തെ മാത്രമല്ല, നമ്മൾ നമ്മുടെ പേരൻസ്, എൽഡേഴ്സ്, അങ്ങനെ കുറെ പേരെ നമ്മൾ അനുസരിക്കണം. എല്ലാവരും തുടയ്ക്കുന്നത് ഇവിടെ ഭയങ്കര വേദനയായിട്ടുണ്ട്. അങ്ങോട്ട് രണ്ടു പേരൊക്കെ വയ്യാത്ത ക്ഷീണം മരുന്നുകൊണ്ടാണ് വിളിക്കുന്നത്. ആരുടെ രാവിലെ പാരസെറ്റമോൾ കഴിച്ച് ഒരാൾ കഴിച്ച് ഇദ്ദേഹം 2 ദിവസമായിട്ട് പാരസെറ്റമോളാണ് നിൽക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയും പഠിപ്പിക്കുകയുമായിട്ട് നല്ല ദീർഘവേദനയുണ്ട്. ഒരു വലിയ ഇതിന്റെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ആർക്കും ദൈവത്തിന് ചെയ്യുന്നത് ഞങ്ങൾ ആർക്കും ഭയങ്കര സന്തോഷമാണ്. അവിടത്തേക്ക് നിങ്ങളുടെ ഈ ലാസ്റ്റ് ദിവസം ആവുമ്പോഴത്തേക്കും എല്ലാം എന്താവണം, ഫുൾ ചാർജ് ആവണം. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ സ്ഥലത്തിൽ എന്ത് ചെയ്യണം? വരുമോ? സെറ്റല്ലേ? ഞങ്ങളോട് സ്പീക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ യേശു സൗഖ്യദായകനാണോ? യേശു സൗഖ്യമാക്കി ഒരു സൗഖ്യം പറഞ്ഞു. Yeshua, Yeshua, Yeshua.
I thank God for the wonderful name of Jesus Christ. We are worshiping the name above all names, the name of Jesus Christ. There is salvation in His name. There is healing in His name. There are miracles in His name. There are answers to prayers in His name. The Bible says the name of Jesus is higher than any other name. Your sickness has a name. Your problem has a name. Your pain has a name. Your disease has a name. But hallelujah, the name of Jesus is higher than any other name. That at that name every knee shall bow. As you worship the name of Jesus today, expect the miracles to happen. Expect the power of God to touch you. For it's a name above all names. It's a name above all names. His name is Jesus. Jesus and Jesus. It's the name above all names. His name is Jesus. There is power in that name. His name is Jesus. It's the അതുകൊണ്ടാവട്ടെ ഞാൻ ചെയ്ത സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. അതായത് മനുഷ്യരായി ജനിച്ച് നമ്മൾ എന്തിലകപ്പെട്ടു? പാപത്തിലകപ്പെട്ടു അല്ലേ? പാപത്തിലകപ്പെട്ടതിന്റെ ഫലമായിട്ട് നമുക്ക് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, പട്ടിണി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, കാഴ്ചയില്ലായ്മ, നമുക്ക് പല രോഗങ്ങള്, ഭാരങ്ങള്, പ്രയാസങ്ങള് അല്ലേ? നമ്മൾ പല ഇതിൽ പെട്ടുപോയി അല്ലേ? പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷിപ്പാൻ വേണ്ടി യേശു എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? തന്റെ സ്വന്തം പുത്രനെ ലോകത്തിൽ നമുക്ക് വേണ്ടി അയച്ചു. അവൻ വന്ന് നമ്മുടെ സകല പാപങ്ങളും ചുവന്ന് നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ എന്ത് ചെയ്തു? മരിപ്പാനിടയായി. മരിച്ചവൻ അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. അവൻ മൂന്നാം നാൾ നമുക്ക് വേണ്ടി വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ പർദീസയിലായിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്കെല്ലാം എന്തുണ്ട്? ഒരു ലിവിങ് ഹോപ്പ് ഉണ്ടല്ലേ? ഒരു ജീവനുള്ള പ്രത്യാശ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ആരുണ്ട്? ദൈവം ഉണ്ടല്ലേ? നമ്മളുടെ രോഗങ്ങളല്ലേ, നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത പേരുകൾ രോഗങ്ങളായിട്ട് ഉണ്ടല്ലേ? നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്ത രോഗങ്ങൾ, നമുക്ക് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അല്ലേ? എല്ലാത്തിനും ഓരോ പേരുണ്ട്. പക്ഷെ ആ പേരിനേക്കാളൊക്കെ വലിയതായ ഒരു പേര് നമ്മളോടുണ്ട്. ദാറ്റ് ഈസ് ദ ലിവിങ് ഹോപ്പ്, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ആരുമല്ല, അതാ ഒറ്റയ്ക്കല്ല. നമ്മളാരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാത്തിനും അടുത്തുണ്ട്, പരിഹാരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ഹിം, ജസ്റ്റ് ബിലീവ് ഹിസ് നെയിം. അവനിൽ വിശ്വസിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. ഹീ വിൽ ഡെലിവർ യു. അവൻ നിങ്ങളെ വിടുവിക്കാനിടയാകും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ജസ്റ്റ് സബ്മിറ്റ് യുവർ ഹാർട്ട്. നിങ്ങളുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക.